ഓക്കെ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യെസ് കോയിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഓൾറെഡി പറയാം 2 യെസ് കോയിൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു യെസ് കോയിൻ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒന്ന് ഗോൾഡ് ആണ്. ഞാൻ ചെയ്യുന്നത് ഗോൾഡ് ആണ്. യെസ് കോയിൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. ഏത് ലിസ്റ്റ് ആണെന്ന് അറിയില്ല. പിന്നെ ഒരു കാര്യം ആദ്യമേ അറിയിക്കാം. ഇപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്തുണ്ടാക്കുന്ന കോയിൻസ് അല്ല പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സ് ഇപ്പോൾ റെഡീം ചെയ്യാൻ പറ്റില്ല. അത് വൺസ് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ആ കോയിൻ റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ കോയിൻസ് ടു പോയിന്റ് റേഷ്യോ പോയിന്റ്സ് ടു കോയിൻ റേഷ്യോയിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം, റെഡീം ചെയ്ത് നിങ്ങൾക്ക് പൈസയാക്കി വലിക്കാം. റിഡീം ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ USDT ആയിട്ട് വിറ്റതിന് ശേഷം നിങ്ങളതിനെ ബാങ്കിലേക്ക് P2P അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാങ്കിലോട്ട് ആ ഫണ്ട് മാറ്റും. അപ്പോൾ കീപ്പ് ഇൻ മൈൻഡ്, നമ്മൾ ഇട്ടിരിക്കുന്ന ഒറ്റ ബോട്ട് പോലും ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ലിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്, ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു കോയിൻ വിറ്റതിന് ശേഷം അത് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആരും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ സ്വൈപ്പ് ചെയ്ത് ഇന്ന് തന്നെ ഏൺ ചെയ്യാന്നുള്ള ചിന്താഗതിയിൽ വന്ന് ആരും കളിക്കരുത്. ഇത് മൈൻഡ് ചെയ്യരുത്. അങ്ങനെ കിട്ടില്ല. സമയമെടുക്കും. ചിലപ്പോൾ 2 3 മാസമൊക്കെ എടുക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ യെസ് കോയിൻ്റെ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ വരിക. അതിനുശേഷം നമ്മുടെ പിന്നീട് മെസ്സേജ് ഉണ്ട്. ആ പിന്നീട് മെസ്സേജ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ ബോട്ടിൻ്റെയും ലിങ്ക് എടുക്കുന്നുണ്ട്. അതിൽ യെസ് കോയിൻ്റെ ലിങ്ക് നിങ്ങൾക്കിവിടെ കാണാം. യെസ് കോയിൻ്റെ ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോട്ട് ഓപ്പൺ ആയി വരും. ഓക്കെ. നമ്മുടെ ബോട്ട് ഓപ്പൺ ആയിട്ട് അപ്പോൾ നമ്മുടെ മെയിനായിട്ട് ഇപ്പോൾ എൻ്റെ നിങ്ങളുടെ ഇതുപോലെ ആയിരിക്കില്ല ഇൻ്റർഫേസ്. ഇപ്പോൾ ഓൾറെഡി ഞാനൊരു ബോട്ട് മേടിച്ചിടുന്ന കാരണമാണ് ഈ ബോട്ട് പാക്ക് ബോട്ട് ഇങ്ങനെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഏൺ ചെയ്യുന്നത് സ്വൈപ്പ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഏൺ ചെയ്യുന്നത്. അത് പോരാതെ ഏൺ എന്ന് പറഞ്ഞ ടാബിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ ദിവസം ഡെയിലി ഒരു ക്രിപ്റ്റോ ബോക്സ് അപ്പിയർ ആവും. അപ്പോൾ ഒരു ചെറിയൊരു ലേണിംഗ് മെത്തേഡ് ഉണ്ടാവും. അത് വായിച്ചാൽ മതി. ഗോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ 9 അവർ കഴിഞ്ഞാലാണ് ഈ ഒരു ബോക്സ് ഓപ്പൺ ആവുക. അപ്പോൾ ഡെയിലി അത് വേണം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. പിന്നീട് ഏൺ ടാബിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴേക്ക് കണക്റ്റ് വാലറ്റ് ഉണ്ട്. അപ്പോൾ കണക്റ്റ് വാലറ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ ഏത് വാലറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാലറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യുക. അതെന്തായാലും മസ്റ്റായിട്ട് ചെയ്യുക. വൺസ് ഇത് ലിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാലറ്റിലോട്ടായിരിക്കും നിങ്ങളുടെ കോയിൻസ് പോകുന്നത്. പിന്നെ ഇതിൽ കുറേ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ടാസ്കുകളൊക്കെ ചെയ്യുക. ടാസ്കുകളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കോയിൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ടാസ്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീട് പിന്നെ ഓക്കെ, ഇത്രേ ഉള്ളൂ ഏൺ ടാബിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള സംഭവങ്ങൾ. അതിനുശേഷം അപ്പോൾ നിങ്ങൾ ഇവിടെ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോയിൻ എന്തൊകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഒഴിവാക്കാൻ നോക്കുക. കാരണം ഇത് ലിസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ കോയിൻസ് കിട്ടുക. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കി, ഞാൻ വീണ്ടും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മൈൻഡ് ചെയ്ത് ഇപ്പോൾ തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇതാരും ചെയ്യരുത്. പിന്നെ അടുത്തത് ബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമ്മുടെ എല്ലാ ബോട്ടിലും കാണുന്ന പോലെ മൾട്ടി വാല്യൂ ഉണ്ട്. മൾട്ടി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 10 ആണ്. അപ്പോൾ ആ 10 എന്ന് പറയുന്നത് കൂട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 729K കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് 10 എന്നുള്ളത് 11 ആക്കാൻ പറ്റും. കോയിൻ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന ഇവിടെ 10,400 എന്നൊരു സാധനം കാണാം. അതിൻ്റെ 15,000 ആണ് കിടക്കുന്നത്. അപ്പോൾ അത് വീണ്ടും കൂട്ടണമെന്നുണ്ടെങ്കിൽ 17,000 20,000 ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഫിൽ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര കോയിൻസ് വെച്ച് ഫില്ലാവണം. അതായത് ഒരു സെക്കൻഡിൽ ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ 10 കോയിൻസ് വെച്ചായിരിക്കും ഫില്ലാവുന്നത്. അല്ല 11 കോയിൻസ് ഫില്ലാകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൈസ സ്പെൻഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അടുത്ത് യെസ് പാക്ക് ആണ്. യെസ് പാക്ക് എന്ന് പറഞ്ഞാൽ ബോട്ടാണ്. ആ ബോട്ടിന് പല ലെവൽസ് ഉണ്ട്. ഫസ്റ്റത്തെ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു ബോട്ടിന് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ആക്കി വെച്ചാൽ മാത്രമാണ് ആ ബോട്ട് റൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാപ്പ് സ്വാപ്പ് പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് റൺ ചെയ്യില്ല. ആപ്പ് ഓപ്പൺ ആക്കി വെച്ചാൽ മാത്രമാണ് ആ ബോട്ട് റൺ ചെയ്യുന്നത്. അതിനെ വീണ്ടും ലെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര അവർ 3 അവർ നേരത്തേക്ക് ഓഫ്‌ലൈൻ ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ 12 അവർ നേരത്തേക്ക് വീണ്ടും ലെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 12 അവർ നേരത്തേക്ക് ഓഫ്‌ലൈൻ ആയി വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കോയിൻസ് ഇത് ഓട്ടോമാറ്റിക് ഉണ്ടാക്കിയ കോയിൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ബിൽഡിൽ. പിന്നെ ഇതിലുള്ളത് ഫുൾ റിക്കവറിയും ചെസ്റ്റ് ആണ്. ചെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ടാപ്പിംഗ് അല്ല, ഓൾറെഡി പറഞ്ഞു, നമ്മൾ സ്വൈപ്പിംഗ് ആണ്. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബില്ലിൽ വന്നിട്ട് നമ്മൾ ചെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബോക്സ് ഇവിടെ അപ്പിയർ ആവും. അപ്പോൾ ഈ ബോക്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് ഇതുപോലെ വരും. അപ്പോൾ ചറപറാന്ന് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഒരു വിരലുകൊണ്ട് മാത്രമല്ല 2, 3, 4 വിരലുകൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാം. 3 വിരലുകൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് എന്ത് ചെയ്യാം, ഈ കോയിൻസൊക്കെ ആ 20 സെക്കൻഡ് നേരത്തേക്ക് ചെസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ വീണ്ടും റൺ ചെയ്തോളും. അപ്പോൾ ഇതുപോലെ 3 ചെസ്റ്റ് ഓരോ ദിവസം അവൈലബിൾ ആയിരിക്കും. ഫുൾ റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ഇവിടെ 15,000 ആണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം റിക്കവർ ആയി ഇപ്പോൾ 5,000 ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ റിക്കവർ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ റിക്കവറി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് വീണ്ടും 15,000 ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് റൺ ചെയ്യും. ഇത്രയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ ഓരോ ലെവൽസ് ഉണ്ട്. അതായത് നിങ്ങൾ ഏത് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് ഓരോ ലെവൽസ് ഉണ്ട്. ആ ലെവൽസിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
അതായത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഡയമണ്ട് എടുത്തതിന് ശേഷം ഇവിടെ തൊട്ടായിരിക്കും നിങ്ങളുടെ ലെവൽ തുടങ്ങാം. ഈ ലെവൽ തുടങ്ങി അടുത്ത ലെവൽ ഈ ഓരോ ലെവൽ പാസ് ചെയ്യുമ്പോഴും ബ്രോൺസ് അങ്ങനെ പാസ് ചെയ്യുമ്പോഴും ഈ ഏൺ ടാബിൽ വന്നു കഴിഞ്ഞാൽ അപ് ടു ഡയമണ്ട് ഇവിടെ ഒരു ടാബ് കാണാൻ പറ്റും. ഈ അപ് ടു ഡയമണ്ട് കൊടുക്കുമ്പോൾ ഓരോ ടാബ് ഓരോ സെക്ഷൻ ഓരോ റാങ്ക് കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓരോ ലെവൽ കഴിയുന്നതോറും നിങ്ങൾക്ക് അത്രയും കോയിൻസ് ഈ ഒരു ഏൺ ടേബിൾ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. വിഡ്രോ എന്ന് ഉദ്ദേശിച്ചത് അത് കോയിൻസ് ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ യെസ് കോയിൻ്റെ കേസുകൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്തും ആൾക്കാർക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ബാക്കി ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ബാക്കി ഇവരുടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പോയിന്റ്സ് ടു കോയിൻ റേഷ്യോ എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ എന്തായാലും പുതിയ വീഡിയോ ഇടാം. എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുക, എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. എന്തായാലും സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും കീപ്പ് മൈൻഡ് ചെയ്തോളൂ. പിന്നീട് ഞാൻ വീണ്ടും പറയുകയാണ്, ലിസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ കോയിൻ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങളിവിടെ വാലറ്റ് കണക്ട് കൊടുത്ത് പോയി കഴിഞ്ഞാലും അതിനർത്ഥം ഇത് ഇപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാമെന്നല്ല. ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും വിഡ്രോവൽ ഉള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ യെസ് മൈൻ നിങ്ങൾക്ക് കണ്ടിന്യൂ മൈൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ.